പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തും. 13, 14 തീയതികളിൽ ലോക്സഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലും ചർച്ച നടത്തും. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദാനി വിഷയത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 5-ാം ദിവസവും സ്തംഭിപ്പിച്ച കാഴ്ച കഴിഞ്ഞ ദിവസവും നാം കണ്ടതാണ്. കോൺഗ്രസ് നിരന്തരം അദാനി വിഷയം മാത്രം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം യോഗം ബഹിഷ്കരിച്ചിരുന്നു. അദാനി, മണിപ്പൂർ, വയനാട്, സമ്പൽ, ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിന് സഹായം, കർഷക പ്രതിഷേധം വിഷയങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയമായും രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസായും എത്തിയെങ്കിലും ഉയർന്നു കേട്ടത് അദാനി മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. പ്രതിപക്ഷ പ്രതിഷേധം അവഗണിച്ച് ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലേക്ക് സ്പീക്കർ കടന്നെങ്കിലും നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് എംപിമാർ മുദ്രാവാക്യം വിളിച്ചു. പിന്മാറാൻ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് സഭ പിരിയുകയായിരുന്നു. അദാനി വിഷയത്തിൽ കോൺഗ്രസ് എല്ലാ ദിവസവും സഭ സ്തംഭിപ്പിക്കുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ മുറുമുറുപ്പ് തുടങ്ങി. ബംഗാളിലെ വിഷയങ്ങൾക്കൊപ്പം വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന് നിർദ്ദേശം നൽകി. ഇന്ത്യ സഖ്യ യോഗം ബഹിഷ്കരിച്ച തൃണമൂൽ പാർലമെന്റിലെ പ്രതിഷേധത്തിലും പങ്കെടുത്തില്ല. എൻസിപിക്കും വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. സഖ്യകക്ഷികൾ എതിർപ്പറിയിച്ചതോടെ അദാനി വേണ്ട, ഭരണഘടനയിലായാലും ചർച്ച മതിയെന്ന നിലപാടിലായി കോൺഗ്രസ്. ഈ ആവശ്യവുമായി സ്പീക്കറെ കണ്ടെങ്കിലും അനുകൂല പ്രതികരണം കിട്ടിയിട്ടില്ല. ചർച്ച കൂടാതെ ബഹളത്തിനിടെ ബില്ലുകൾ പാസാക്കാമെന്നതിനാൽ സർക്കാരും ഇതൊരവസരമായി കാണുകയാണ്. അതേസമയം ഭരണഘടന ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന അഭിമാനമാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ആരുടെയും അധികാര പരിധിയിൽ കടന്നുകയറാതെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. ഭരണഘടനയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടയിലും അഭിമാനകരമായ ഈ രേഖ തന്റെ സർക്കാരിന് വഴികാട്ടിയായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന ആരോപണവുമായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവ്. മോദി ഭരണഘടന വായിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ദിവസവും ചെയ്യുന്നതെന്താണോ അത് ചെയ്യില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ദിന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ദളിതുകളുടെയും ആദിവാസികളുടെയും OBC-കളുടെയും പാതയിൽ ഒരു മതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ആ മതിൽ മോദിയും RSSും ചേർന്ന് സിമന്റ് ചേർത്ത് ശക്തിപ്പെടുത്തുകയാണ്. UPA സർക്കാർ നടപ്പിലാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഭക്ഷണത്തിനുള്ള അവകാശവും ഒക്കെ ഈ മതിലിനെ ദുർബലപ്പെടുത്താനുള്ള വഴികളായിരുന്നുവെന്നാണ് രാഹുൽ തുറന്നടിച്ചത്.